ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം ഒരു അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛനെ ഞാൻ പറയുമായിരുന്നേ, അച്ഛൻ വിദേശത്ത് പഠിച്ച അച്ഛനാണ്. സമ്മർ ടൈമിലാണ് ഞങ്ങൾ സാധാരണ പാരീഷുകളിൽ ജോലിക്ക് പോകുന്നത്. അച്ഛൻ പറയും അവിടെയുള്ള അമ്മമാർ അല്ലെ മാതാമാർ അവർ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇവർ പതുക്കെ കുറച്ച് നേരം കഴിഞ്ഞ് പോയി കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അവരങ്ങനെ വെളിയിൽ പോയിരുന്ന് വെയിലൊക്കെ കൊണ്ട് ഒരു ബിയറൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അവർ ജീവിതം എൻജോയ് ചെയ്യുക. അച്ഛൻ ശരിക്കും തീരപ്രദേശത്തു നിന്നുള്ള തിരുവനന്തപുരം സൈഡിൽ നിന്നുള്ളൊരു അച്ഛനാണ്. അച്ഛപ്പോൾ നമ്മുടെ അമ്മമാരോ പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് മീനും ചുമന്ന് മീനും വിറ്റ് ഉള്ള കഷ്ടപ്പാട്, അതിൻ്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥന മുഴുവൻ, തിരിച്ച് വീട്ടിൽ വന്നാലും പിന്നെ മുഴുവൻ പ്രാർത്ഥന. അച്ഛൻ എന്നിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ആ മാതാമ്മമാരും എൻ്റെ അമ്മയും ഒക്കെ പോകുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കത്തില്ലേ? ഒരു കൂട്ടർ ജീവിതം മുഴുവൻ ദുരന്തവും, അവർക്ക് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും. വേറെ കുറച്ച് പേര് നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചുപൊളി ജീവിക്കുക. ചില മാതാമ്മമാർ ഇവർ രാവിലെ പോയി കുർബാന സ്വീകരിച്ചതാണ്. അവിടെ ഇച്ചിരി വീഞ്ഞു കുടിച്ചാലും ഒന്നും കൂടി കുഴപ്പമില്ല. എന്നിട്ട് പുള്ളി വീണ്ടും പറയാച്ചാ, ഞാൻ ആ ജീവിതമൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നത്, എനിക്ക് വലിയ ഉപവാസവും പ്രാർത്ഥനയൊന്നുമില്ല. നമ്മളെല്ലാം അവസാനം ഒരിടത്തോട്ടല്ലേ പോകുന്നത്. ദൈവങ്ങളെ വല്ലാത്തൊരു ചോദ്യം അത് കേട്ടോ. നിർബന്ധങ്ങളൊന്നുമില്ല, ഉപവാസത്തിനൊന്നും നിർബന്ധങ്ങളില്ല കേട്ടോ. നീ ത്യാഗം എടുക്കണമെന്നോ നീ ഇറച്ചി കഴിക്കാതിരിക്കണമെന്നോ മീൻ കഴിക്കണമെന്നോ നിർബന്ധങ്ങളൊന്നും ഇല്ല മക്കളെ. ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ കൂടി ഇപ്പം ഒരു നോമ്പിനൊന്നും ഒരു നിർബന്ധങ്ങളില്ല. അത് സഭയുടെ നിർബന്ധം, അത് വ്യക്തിപരമായൊരു നിർബന്ധമാണ് കേട്ടോ. വ്യക്തിപരമായൊരു നിർബന്ധമായത് എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു ഡിസിപ്ലിനായിട്ട് ഉപവാസത്തെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ നീ വെളുപ്പിന് എഴുന്നിട്ട് 3 മണിക്ക് പ്രാർത്ഥിച്ചു സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സമയം കുഴപ്പമില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്താനായിട്ട് എനിക്കറിയാം, എൻ്റെ അച്ഛനുണ്ട്, അച്ഛൻ എല്ലാ ദിവസവും ഏകദേശം 3 മണിക്ക് എഴുന്നേക്കും. എനിക്കന്ന് കുറച്ചധികം സിസ്റ്റർ അമ്മമാർ പറഞ്ഞ പ്രായമുള്ളവരവരൊക്കെ അവരൊക്കെ 3 മണിക്ക് 2 മണി കഴിയുമ്പോൾ എഴുന്നേക്കുന്ന സിസ്റ്റേഴ്സിനെ എനിക്കറിയാം, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ നിയമമനുസരിച്ച് 4 മണിക്ക് എഴുന്നേക്കല്ലോ, അതുകൊണ്ട് ഓപ്ഷനിലാണ്. എന്നിട്ട് മുറിയിലിരുന്ന് ബെഡിലിരുന്ന് പ്രാർത്ഥിക്കുക, 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഒരമ്മ പറയും ഈ ഞങ്ങളുടെ പല പ്രാർത്ഥനകളും അവർ ഈ 4 മണിക്ക് മുമ്പ് അവർ തീർത്ത് കഴിയും. ദൈവങ്ങൾ എന്തൊരു ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇതൊക്കെ മനസ്സിൻ്റെ ഒരു ഇഷ്ടമാണ്. തമ്പുരാൻ കർത്താവ് പറയാൻ, ഉപവാസത്തെ പറ്റി കർത്താവ് പറയാനേ, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവകത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 19-ാം വാക്യം. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവകത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെ ഉള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. കർത്താവിന് വേണ്ടിയുള്ള കൊതിയുടെ പേരല്ലേ ഈ ഉപവാസം? ഈശോയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ പേരല്ലേ ഈ ഉപവാസം? സത്യത്തിൽ അതന്നെ. ശരിക്കും ഒരു ഉപവാസം ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പിൻ്റെ പേരാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മളെടുക്കുന്ന ത്യാഗവും പരിത്യാഗവും മുട്ടയെ വലിയുന്നു ഒക്കെ എന്തിനാണ്? ഈശോയുടെ മുറിവിനോട് അത്രയ്ക്ക് അവനോട് സ്നേഹം കൂടിയിട്ടാണ്. സ്നേഹമില്ലാത്തവർക്ക് മുട്ടയെ നിൽക്കാൻ പോലും പറ്റിയാലെന്നേ. നമ്മൾ മുട്ടയെ നിൽക്കുന്നുണ്ടെങ്കിലും ഉപവസിക്കുന്നുണ്ടെങ്കിലും നോയമ്പെടുക്കുന്നുണ്ടെങ്കിലും ത്യാഗം അവനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം. വി ആർ ഷെയറിങ്. നമ്മളെ ചില മക്കൾ എന്നോട് പറയാൻ, ഈ ദിവസങ്ങളിൽ ഒരാൾ എന്നോട് പറയായിരുന്നേ, അദ്ദേഹം ഈ 13 നൊവേനയെല്ലാം തുടങ്ങി. ഈ 13 നൊവേനയെല്ലാം തുടങ്ങി കഴിയുമ്പോൾ ഇയാൾ വായിച്ചാൽ എന്തൊരു സന്തോഷമെന്നറിയോ? ശരീരം പോലും ഒത്തിരി റിലാക്സ്ഡ് ആയിട്ട് തോന്നിച്ചു, മനസ്സിന് ടെൻഷനുകളൊക്കെ മാറിപ്പോയി. എനിക്കറിയാം, ഞാൻ ഇത്രയും കാലം നോക്കിയില്ല, അച്ഛനെ കൊണ്ട് ബോധ്യമുട്ടിയിട്ട് ചൊല്ലാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ അത് ചൊല്ലുമ്പോൾ ചൊല്ലാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. 13 ചൊല്ലിയില്ലെങ്കിൽ മനസ്സമാധാനം എളുപ്പം. കാരണം അതെൻ്റെ ശരീരത്തിന് ഒരു ശരീരത്തിന് ക്ഷീണമുണ്ട്, വേദനയുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് വല്ലാതെ ക്ഷീണിക്കുമല്ലോ. ഇന്നെനിക്ക് ആ ക്ഷീണമില്ല. നോക്കി മകളെ, ഒരു പ്രാർത്ഥന ഒരു അനുഭവമായിട്ടൊക്കെ മാറുക. ചൊല്ലാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി മക്കൾ, ഈ വചനം കേൾക്കുന്ന ഒത്തിരി മക്കൾ 1 ദിവസം 2 ദിവസം 3 ദിവസം ആഴ്ചയിൽ 3-4 ദിവസം വരെയൊക്കെ ഉപവസിക്കുന്ന നോയമ്പെടുക്കുന്ന മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട്. എനിക്കറിയാം. എൻ്റെ അടുക്കൽ പങ്കുവെക്കുമ്പം ഒരു ആനന്ദത്തിൻ്റെ അടയാളമാണ്.
വീട്ടിൽ അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്തിനാ? മക്കൾക്ക് വിളമ്പി കൊടുക്കാനാന്നേ, ഇല്ലെങ്കിൽ മക്കൾക്ക് നന്മ വരാനാണ്. വീട്ടിൽ ഇറച്ചി മീനും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ അമ്മ ഇച്ചിരി കഞ്ഞിയും പറ്റും മാത്രം കഴിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം ഒരു സ്നേഹമാണ്, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, ഒപ്പം ദൈവത്തോടിലുള്ള ഒരു ആശ്രയത്വമാണ്. നമ്മുടെ ഉപവാസവും നമ്മുടെ നോയമ്പുമൊക്കെ ഒരു ദൈവസ്നേഹത്തിൻ്റെ അടയാളമാവട്ടെ. ഓ ദൈവമേ, വിശുദ്ധകരം നീട്ടണമേ, ആത്മീയതയുടെ രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ, ആത്മീയതയുടെ ആനന്ദം ഞങ്ങൾക്ക് പകരണമേ, ഉപവാസത്തിന് ഒരു നിറവുണ്ടെന്നൊക്കെ ഞങ്ങളെ ഓർമ്മിപ്പിച്ച് തരണമേ, ആത്മീയ പരിത്യാഗങ്ങൾക്കൊക്കെ ഒരു അഭിഷേകമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, തകർന്നവർ, തളർന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി, പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ